ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ചേന കൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി മെഴുക്ക് പുരട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഞാൻ ഇതേപോലെ 2 കഷ്ണം ചേന അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അത്രയും വലിപ്പം വേണ്ട. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തീരെ കനം കുറയ്ക്കുകയും ചെയ്യരുത്, എന്നാൽ കട്ടി കൂടി പോവുകയും ചെയ്യരുത്. ഈ ഒരു വലിപ്പത്തിൽ ആ ചേന കഷ്ണങ്ങൾ മൊത്തം നമുക്കിതേപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അതിന് പകരം നമുക്ക് പെരിഞ്ജീരകമോ ഗരം മസാലയോ ചേർത്താലും മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കട്ടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ആ മസാല നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിലും ചേർക്കാം, പക്ഷേ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് തല്ലിപ്പൊത്തി വെക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ പകുതി വീതം ഇതേപോലെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ തിരുമ്മി പിടിപ്പിച്ചാൽ അത്ര പെർഫെക്റ്റ് ആയി വരത്തില്ല. എല്ലാ കഷ്ണത്തേലും ഈ മുളകും ഉപ്പും എല്ലാം പിടിക്കണമല്ലോ. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചേന മെഴുക്ക് പുരട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം എൻ്റെ വല്യമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഒരു ചേന മെഴുക്ക് പുരട്ടിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതെല്ലാം തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വറുക്കാത്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈകൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ആ അരിപ്പൊടിയും എല്ലാത്തിലും ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. കാര്യം ഈ അരിപ്പൊടി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇതുപോലത്തെ നാടൻ ഒക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ആ എണ്ണയിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മെഴുക്ക് പുരട്ടി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനൊക്കെ പാടായിരിക്കും. ഇത് അത്യാവശ്യം വലിയ ഒരു പാനാണെങ്കിലും 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മീഡിയം തീയിൽ ഈ ചേന കഷ്ണങ്ങൾ വറുത്തെടുക്കുക. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ അഡീഷണൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നല്ല ഗോൾഡൻ നിറം ആകുമ്പോൾ ഇങ്ങനെ വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ടു. ബാക്കി വന്ന കഷ്ണങ്ങളും കൂടെ ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാം. നമ്മൾ സാധാരണ വെക്കുന്നതിൽ ഒരു വ്യത്യസ്തത, അതാണല്ലോ നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല മോര് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറി കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ക്രിസ്പിയാണ്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ചെറിയ സ്നാക്കായിട്ട് കഴിക്കാം. ഇത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ അങ്ങ് തീർക്കും. അത്രയ്ക്ക് സ്വാദാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.